അമ്മ പോലൊരു സംഘടനയെ നയിക്കുന്നതില് അതിലെ മുൻനിര നടീനടന്മാർക്ക് ഒരു പങ്ക് വേണം, റോള് വേണം. ഇന്നസെന്റും മോഹൻലാലും ഒക്കെ പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിലും ആ സംഘടനയെ നയിച്ചുകൊണ്ടിരുന്നത് വേണ്ട പോലെ സിനിമയിൽ അവസരങ്ങളില്ലാതെ തൊഴിലില്ലാതെ ഇരുന്ന ചില ആളുകളും കൂടിയാണ്. അവർ മാത്രമാണെന്ന് പറയുന്നില്ല. അത് ശരിയായ ഒരു കാര്യമല്ല. ഇപ്പൊ തന്നെ ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തു, അദ്ദേഹം പിൻവലിക്കേണ്ടി വന്നു. അത് എന്തുകൊണ്ടാണ്? ഈ സംഘടനയ്ക്ക് പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ്. നിങ്ങളെ നടീനടന്മാരും താരങ്ങളും ഒക്കെ ആക്കിയത്, അങ്ങനെ നിലനിർത്തുന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യന്മാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരല്പം അക്കൗണ്ടബിലിറ്റി വേണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാധ്യമങ്ങളെ പോലും അമ്മയുടെ പരിപാടികളിൽ വേണ്ട രീതിയിൽ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ജഗദീഷ് പിന്മാറേണ്ടി വന്നത്? അറിയേണ്ട കാര്യമല്ലേ. കുഞ്ചാക്കോ ബോബനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പലരും നിർദ്ദേശിച്ചതാ, അതേ ഓടി രക്ഷപ്പെട്ടു. ഈ രണ്ടാം നിരയിൽപ്പെട്ട നടീനടന്മാര് പ്രായം കൊണ്ടാണ് കേട്ടോ ഈ രണ്ടാം നിര എന്ന് പറയുന്നത്, അല്ലാതെ അഭിനയശേഷി കൊണ്ടോ അല്ലെങ്കിൽ അംഗീകാരം കൊണ്ടോ അല്ല. അവരാരും ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? മുൻനിരയിലടക്കമുള്ളവര് സംഘടനയുടെ എല്ലാവരും സജീവമായാലേ അമ്മ പോലൊരു സംഘടനയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ.